മന്ത്രി ആർ ബിന്ദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട സെനറ്റ് അംഗങ്ങൾ പരാതി നൽകി. കേരള സെനറ്റിലെ 11 നോമിനികളാണ് ഗവർണർക്ക് പരാതി നൽകിയത്. സെനറ്റ് യോഗം അട്ടിമറിക്കാൻ മന്ത്രി ഇടപെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. ഇന്നുച്ചയ്ക്ക് രാജ്ഭവനിലെത്തി സെനറ്റ് അംഗങ്ങൾ പരാതി നൽകുകയായിരുന്നു. ഗവർണർ വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുകയും അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി നടപടി സ്വീകരിക്കുകയും ചെയ്തതിനെതിരെയാണ് പരാതി. യോഗത്തിന്റെ അജണ്ടയിലില്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്നും സെനറ്റ് അംഗങ്ങൾ പരാതിപ്പെടുന്നു. ഗവർണർ നോമിനേറ്റ് ചെയ്ത 11 അംഗ സംഘത്തിലെ 7 പേരാണ് രാജ്ഭവനിലെത്തിയത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന അധ്യക്ഷ പദം അലങ്കരിക്കുകയും അജണ്ട അട്ടിമറിച്ച് സർവകലാശാലയുടെ റൂൾസിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ട് അവിടെ ആ യോഗം പിരിച്ചുവിടുകയും അജണ്ടയിൽ ഇല്ലാത്ത ഒരു പ്രമേയം ഉള്ളതായിട്ട് പ്രഖ്യാപിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ആ ചട്ടവിരുദ്ധ നടപടി പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പരാതി ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായി ഗവർണർക്ക് നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. അപ്പോൾ വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സർവകലാശാലയുടെ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധികാര ദുർവിനിയോഗം കാണിച്ചതാണ്. അത് അന്വേഷിക്കണമെന്നും ആ യോഗം അസ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് പ്രധാനമായിട്ട് ഞങ്ങളിത് കൊടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചട്ടവിരുദ്ധ നടപടിക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രൂക്ഷമായി വിമർശിച്ചു. I am not going to respond to these ignorant remarks. It's okay. In my opinion, illegality has happened and law will certainly take its course. She might have said anything. I do not consider her important enough to respond to her remarks, whatever she may say. So what I know is that somebody claiming to be education minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. Minister, but she is saying that she has all the right. I am not going to respond to criminals. ഗവർണറെ അധിക്ഷേപിച്ച് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദുവും രംഗത്ത് വന്നു. ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ബോധമില്ലാത്തവരോട് മറുപടി നൽകില്ലെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആരെങ്കിലും അവരിരിക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനി നൽകേണ്ടെന്ന യോഗം റദ്ദാക്കാനാണ് ഗവർണറുടെ നീക്കം. തീരുമാനത്തിൽ നിയമോപദേശം കൂടി തേടുന്നതോടെ മന്ത്രിയും ഗവർണറും തമ്മിലുള്ള വാക്പോർ രൂക്ഷമാകും. ജനം, തിരുവനന്തപുരം.